തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥി അസ്ലമിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. +1 വിദ്യാർത്ഥികളായ 4 പേരാണ് ആക്രമിച്ചത്. ഒരു മാസം മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതെന്ത് പറ്റുന്നു എന്ന വിധത്തിൽ ചോദ്യങ്ങൾ ഉയരുന്ന കാലം. എന്താണ് പുതിയ വാർത്തയുടെ വിശദാംശങ്ങൾ? പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അസ്ലമിനാണ് കുത്തേറ്റിരിക്കുന്നത്. +1 വിദ്യാർത്ഥികളായ 4 പേർ ചേർന്നാണ് അസ്ലമിനെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ഇയാളുടെ ശ്വാസകോശം തുളഞ്ഞു കയറി കുത്തേറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പൂവച്ചൽ ജംഗ്ഷനിൽ വെച്ച്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂവച്ചൽ സ്കൂളിലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ നേരത്തെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ ഒരു വിഭാഗത്തിൽ ഈ അസ്ലം എന്ന് പറയുന്ന കുട്ടിയും ഉണ്ടായിരുന്നു. അന്ന് പ്രധാന അധ്യാപികയ്ക്കടക്കം ഈ അക്രമ സംഭവങ്ങളിൽ പരിക്കേൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കേസുകളും കാര്യങ്ങളും ഒക്കെ നിലനിൽപ്പുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും കാര്യമായ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ സംഘർഷം പരിഹരിക്കുന്നതിനോ ആ സംഘർഷത്തിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായില്ല. അങ്ങനെ ഈ വൈരാഗ്യം തുടർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ വൈരാഗ്യത്തിനൊടുവിലാണ് ഇന്ന് +2 വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികളായ 4 പേർ ചേർന്ന് കുത്തി പരിക്കേൽപ്പിക്കുന്നതും. നമുക്ക് മനസ്സിലാകുന്ന അനുസരിച്ചാണെങ്കിൽ അസ്ലമിന്റെ അവസ്ഥ അല്പം ഗുരുതരമാണ്. +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 17 വയസ്സ് മാത്രമാണുള്ളത്. 16 വയസ്സുള്ള 4 പേർ ചേർന്നാണ് അയാളെ ആക്രമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം, ഇത് പരിഹരിക്കാൻ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള വിഷയം കൂടി ചർച്ച ചെയ്യുന്നത് പ്രസക്തമാകുന്നത്. നീലിമ, ശരി. പൂവച്ചലിൽ +2 വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. വാർത്തയാണ് പ്രജിത്ത് മോഹനൻ നൽകിയത്.